നമസ്കാരം. ജിൻഡോയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും. മറ്റൊന്നുമല്ല, ജിൻഡോയെ പൊട്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്, മണ്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് പൊട്ടനെന്നും ആരാണ് മണ്ടനെന്നും. എന്താ വെച്ചാൽ ജിൻഡോയെ അങ്ങനെ വിളിക്കുന്നവരെ പത്തല് വെട്ടി അടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ കളിച്ച ഗെയിമിനെ കുറിച്ച് ജിൻഡോ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്കത് വീഡിയോ കണ്ടു തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പം ജിൻഡോയുടെ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ജിൻഡോ ഒരു മണ്ടനൊന്നുമല്ല. ഇപ്പം പലരും പറയും, അല്ലെ കേൾക്കുമ്പോൾ ജിൻഡോ നമ്മളെല്ലാം മണ്ടൻ ആക്കുകയായിരുന്നു എന്ന് പറയും. ഒരിക്കലുമല്ല. ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി, ബിഗ് ബോസ് ഷോ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ ഗെയിം കളിക്കാൻ പോയ ആളാണ് ജിൻഡോ എന്നുള്ളത് നമുക്ക് ആ ഇന്റർവ്യൂ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഇതൊരു ഗെയിമാന്ന് മറന്നിട്ട് അവിടെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ ഇനി 3 മാസം കഴിഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങത്തില്ല, ഇവിടെ ക്യാമറ ഇല്ല എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് ചിലർ മാറും. അവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഇനി കാലാകാലങ്ങളിൽ ഇവിടെ തന്നെ ആണെന്ന് വിചാരിച്ച് ചിലർക്ക് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തോന്നി ഗെയിം കളിക്കുന്നവരാണോ ഇവരെന്ന്. ഗെയിം എന്താണെന്ന് മറന്നുപോയവർ അകത്ത് പോകുമ്പോൾ. പക്ഷെ ജിൻഡോ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെ ഗെയിം കളിക്കാനാണ് പോയത്, ഞാൻ എന്റെ ഗെയിം കളിച്ചു. ആ ഗെയിമിനെ കുറിച്ച് ശരിക്കും വിലയിരുത്തി പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളും പോയിന്റ് സഹിതം പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ജിൻഡോയെ മണ്ടൻ എന്ന് വിളിക്കുന്നവരാണ് മരമണ്ടന്മാർ. ജിൻഡോ ഒരു മണ്ടനൊന്നുമല്ല. പിന്നെ വെളിയിലെ അലിഗേഷൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ എന്ത് ഗെയിമാണ് കളിച്ചത്, അത് മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ. നമ്മൾ അതാണ് കണ്ട് വോട്ട് ചെയ്യുന്നത്, ആ ഗെയിം കണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വെളിയിൽ വന്നിട്ട് അവർ ഇന്നതായിരുന്നു, അല്ലെങ്കിൽ അവർ വേറെ രീതിയിലായിരുന്നു, നമ്മളെല്ലാം കളിപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ബിഗ് ബോസ് ഹൗസിനകത്ത് അവരെങ്ങനെയായിരുന്നു അത് മാത്രം ചിന്തിക്കുക. അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കിട്ടുന്നത്. അല്ലാതെ വെളിയിൽ ഇപ്പൊ അവിടെ പോയി ഇവിടെ പോയി മറ്റേത് പോയി മറിച്ചത് പോയി അതൊക്കെ വേറെ കണ്ടന്റ് ആണ്. അതും ഈ ബിഗ് ബോസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഏത് കണ്ടസ്റ്റൻസ് പോയാന്ന് പറഞ്ഞാലും അവിടെ ഗെയിം കളിക്കുന്ന എന്താണോ അത് വിലയിരുത്തിയാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത്. വെളിയിൽ ചിലർ പറയുന്നുണ്ട് ഇവൻ മണ്ടനാണ്, ഇവർ നമ്മളെല്ലാം മണ്ടനാക്കിയതാണ്, അതുപോലെ തന്നെ ജിൻഡോ കപ്പടിക്കാൻ യോഗ്യനല്ലായിരുന്നു, ജിൻഡോ നമ്മളെല്ലാം കളിപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകത്തെന്താണ് ജിൻഡോ ഗെയിം കളിച്ചത് ഇത് മാത്രമാണ്. അത് നമ്മളെ രസിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ജിൻഡോ അവിടെ കളിച്ച ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ജിൻഡോ ഇപ്പം കപ്പടിച്ചതും വോട്ട് കിട്ടിയതും. നമ്മൾ അത്രമാത്രം ചിന്തിക്കുക. ജയം എന്ന് പറഞ്ഞാൽ ജയം തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ കളി കണ്ടാണ്. അത് ഏറ്റവും നല്ല റേറ്റിംഗിൽ ജയിച്ചാണ് ഞാൻ. അതും 14 ലക്ഷം വോട്ടിന്. ഇതുവരെ ആരും അങ്ങനെ എത്തിയില്ല. അത്രയും വോട്ടിന് ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു PR-നോ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനിമോളും എന്നെ വെച്ചൊരു സമയം വയ്ക്കുന്ന കാര്യം പറഞ്ഞുതരാം. അനിമോൾക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത്. എനിക്കും അറിയാം വ്യക്തമായിട്ട് അവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും പുറത്തോട്ട് പോകും. അത് ചിന്തിക്കാനുള്ള മോള ഈ പറഞ്ഞ ഉണ്ടായ കളി ഒക്കെ ആയിരിക്കും. മനസ്സിലായി പറഞ്ഞത്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും അവിടെ ക്യാമറകളിലൊക്കെ മറന്നു. നമ്മളിപ്പോൾ ഇവിടെ ചെന്നപ്പോൾ എന്നെ കുറിച്ചിട്ടായിരിക്കും, നമ്മളെ കുറിച്ചിട്ട് വേറെ സ്ഥലത്ത് നിന്ന് പൊക്കി പറയും, അല്ലെങ്കിൽ ഇവിടെ ചെന്നിട്ട് താത്തി പറയും. ഇത് ഇവർ പറയണത് ഇവർ കേൾക്കണ്ടാവില്ല, പക്ഷേ ക്യാമറ കേട്ട ജനം കേൾക്കും. ക്യാമറ എന്തായാലും കേൾക്കും. അവിടെ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ജിൻഡോ പോയപ്പോ ജിൻഡോയ്ക്ക് ഫുൾ ടൈം ഓർമ്മയുണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് എന്നുള്ളത്. അത് മറന്നിട്ടല്ല അവിടെ ജിൻഡോ കളിച്ചത്. കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ക്യാമറയുണ്ട്, ഇതെല്ലാം വെളിയിൽ പോകും എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലറിയാം. എന്ത് നമ്മൾ സംസാരിക്കുന്നു, എന്ത് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നു, ഇതെല്ലാം വെളിയിൽ പോകുമെന്നുള്ള കാര്യം ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് പറയുന്നത്, അനിമോൾക്കും ഇത് തന്നെ അറിയാം. എന്ന് വെച്ചാൽ അനിമോള് ഈ ഫീൽഡിൽ നിന്നാണ് അകത്തോട്ട് പോയത്. എവിടെ നിന്നെല്ലാം ക്യാമറയുണ്ട്, ഏതെല്ലാം ക്യാമറകൾ എങ്ങനെല്ലാം ഷോട്ടുകൾ എടുക്കും എന്നുള്ളതൊക്കെ അനിമോൾക്കും അറിയാം. അപ്പം അത് മറന്നിട്ടല്ല അവിടെ ഗെയിം കളിച്ചത്. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഗെയിം കളിക്കാൻ പോയതാണ്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഈ പറയുന്ന ഒരാള് ഇപ്പൊ നമ്മൾ തന്നെ ഈ സീസണിലല്ല പല സീസണുകളിലും കണ്ടിട്ടുണ്ട്, ഒരാളെ കുറിച്ച് ഇവിടെ വന്നിട്ട് നല്ലത് പറയും, അപ്പുറത്ത് പോയിട്ട് ഈ പറയുന്ന ആള് തന്നെ അവരെ താഴ്ത്തി പറയും, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് പറയും. ഇവിടെ പോസിറ്റീവ് പറയും, അവിടെ പോയി നെഗറ്റീവ് പറയുകയും ചെയ്യും, പിന്നെ നിന്ന് കുത്തുക ചെയ്യും. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീസണിലാണ് പിന്നിൽ നിന്ന് കുത്ത് ഏറ്റവും കൂടുതൽ നടന്ന സീസൺ ഇത് തന്നെയാണ്. ഈ സീസൺ 7 ആയിരുന്നു. ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത്, ജിൻഡോ പറയുന്നത് കൃത്യമായിട്ടാണ്, ഈ കേൾക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളോ അവിടെ പറയുന്നതും ഇവിടെ പറയുന്നതും ഇവർ രണ്ടുപേരും കേൾക്കുന്നില്ല. ഏതാ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതെല്ലാം വെളിയിലുള്ളവർ കേൾക്കുന്നുണ്ട്. അത് കറക്റ്റ് അല്ലേ? ഈ വെളിയിലുള്ളവർ ഇവർ ചെയ്യുന്ന ആ പരിപാടി കാണുമ്പോഴാണ് ഈ കുത്തിത്തിരിപ്പ്, പുറകിൽ നിന്ന് കുത്തി, അല്ലെങ്കിൽ കട്ടപ്പ എന്നൊക്കെ വിളിക്കുന്നത്. അകത്തുള്ള ഇവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഗെയിം കളിക്കുന്നവർ ചിന്തിക്കുന്നില്ല, ഇതെല്ലാം വെളിയിൽ ആൾക്കാര് 24/7 കാണുന്നുണ്ട് എന്നുള്ളത്. ഈ സീസണിൽ തന്നെ പല പ്രാവശ്യവും പല കണ്ടസ്റ്റൻസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 1 മണിക്കൂറല്ലേ എപ്പിസോഡ് കാണിക്കൂ എന്നുള്ളത്. ഇവരുടെ എല്ലാം വിചാരം എന്തുമായിരുന്നു,
എപ്പിസോഡിൽ വരുന്നത് മാത്രമേ എപ്പിസോഡ് 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, ചില ഭാഗങ്ങൾ മാത്രമേ കാണിക്കൂ എന്നുള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ 24/7 കാണുന്നവരും അതുപോലെ തന്നെ അതിന്റെ കട്ടിങ്സ് ഒക്കെ വെളിയിൽ വരും എന്നുള്ള ഒരു ബോധം ഇവർക്കൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ സീസണിൽ പോയവരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയതും അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അവരവിടെ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയാം, ഞങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയാമായിരിക്കാം, പക്ഷെ ഇതൊന്നും വെളിയിൽ പോത്തില്ല. കണ്ടന്റുകൾ അല്ലാത്തുള്ള കണ്ടന്റുകളൊക്കെ വെളി വരുമെന്ന് ഇവർ വിചാരിച്ചിരിക്കാം. എന്തായാലും ഇനിയും പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ജിൻഡോയുടെ ഇന്റർവ്യൂ നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ആരും മണ്ടൻ എന്ന് പറഞ്ഞ് ജിൻഡോയെ തട്ടിക്കളയൊന്നും വേണ്ട. ജിൻഡോ കൃത്യമായ കുറെ കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും ഏകദേശം മനസ്സിലായി. സായി അവർ പകുതിയും കയറി വന്നില്ല, 5-6 പേര് അവർ കയറി വന്നപ്പോഴേക്കും പറഞ്ഞിങ്ങനെ ജിൻഡോ ബെസ്റ്റ് ഓഫ് 5 എന്തായാലും ഉണ്ടാവും. ഈ സാധനം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്കാരെ മനസ്സിലേക്ക് എന്താ ചെല്ലണേ, ഓ ജിൻഡോ നല്ല ഗെയിമറാണ്. അവർ തന്നെയാണ് നമ്മൾ വളർത്തണേ. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു പണിഷ്മെൻറ്റോ സാധനങ്ങളൊക്കെ തരാണെങ്കിൽ ഇവർക്ക് തന്നുകൊണ്ടേയിരിക്കും, ഞാനീ വാങ്ങിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, നമുക്ക് സീൻ ഫേസ് കിട്ടും. അത് ചിന്തിക്കാനുള്ള, അതായത് നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ നമ്മൾ കണ്ടന്റ് നമ്മൾ എന്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അല്ലാതെ ഒരാളെ ഒരുപാട് ഉപദ്രവിക്കുക എന്നുള്ളതല്ല. അവിടെ എല്ലാവരും ചെയ്തിരുന്നത്, അത് കഴിഞ്ഞ സീസണിലായാലും അവരെല്ലാവരും കൂടി ലാസ്റ്റ് ഞാൻ ജയിക്കുന്നുള്ള സാധനം അവർക്ക് മനസ്സിലായി. പുറത്തുനിന്ന് കയറി വന്ന ആൾക്കാർ വന്നപ്പോൾ മനസ്സിലായി, എല്ലാവരും കൂടി എൻ്റെ മേത്തിൽ കയറി. എൻ്റെ മേത്തിൽ കയറി ഞാൻ അനുമോൾ കരഞ്ഞു, ഞാൻ കരഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഞാൻ കരയണം നിങ്ങൾ കാണാനല്ല, കാരണം ഞാനും കരയേണ്ടാവുന്നു, ബാത്റൂമിൽ പോയിരുന്നുള്ളൂ. കാരണം നമുക്കും സഹിക്കാൻ പറ്റില്ലേ. ഇതിൽ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഹൗസിലുള്ളവർ എല്ലാം, ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹൗസിലുള്ളവർ എല്ലാവരും കൂടി ഒരാളെ മാത്രം കോർണർ ചെയ്യുമ്പോൾ അപ്പോഴേ മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ ഈ ആൾക്ക് അവിടെ സപ്പോർട്ട് കൂടുമെന്നുള്ളത്. പക്ഷെ അകത്തിരിക്കുന്നവർ വിചാരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കോർണർ ചെയ്യുമ്പോൾ വെളിയിലിരിക്കുന്നവരെ ഇതാണ് ശരി എന്ന് വിചാരിക്കുമെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരാളെ കോർണർ ചെയ്യുന്നുണ്ടല്ലോ, ഈ കോർണർ ചെയ്യപ്പെടുന്ന വ്യക്തി അവിടെ കളിക്കുന്ന ഗെയിം നമുക്കാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഈ ഓപ്പോസിറ്റ് നിന്ന് അവരെ കോർണർ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല അവരെന്ത് ഗെയിമാണ് അവിടെ കളിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അവിടെയാണ് ന്യായവും അന്യായവും തമ്മിൽ തിരിച്ചറിയപ്പെടുന്നത്. ആ കോർണർ ചെയ്യപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ ന്യായമായിരിക്കും ചെയ്തത്, പക്ഷെ അകത്തിരിക്കുന്നവർക്ക് അത് അന്യായമായിട്ടായിരിക്കും തോന്നുന്നത്. ഈ 24/7 കാണുന്ന നമുക്കും എപ്പിസോഡ് കാണുന്ന നമുക്കും മനസ്സിലാവും എവിടെയാണ് ന്യായം എന്നുള്ളത്. അവിടെയാണ് ഇവർ പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഒരാളെ കോർണർ ചെയ്ത് പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഫുൾ ടൈം ആ ആളിനെ തന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കും, പണിഷ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കും, അവരുടെ പിന്നിൽ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും, അവരുടെ പേരുകൾ മാത്രം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും കണ്ടന്റ് ആരാണ് അപ്പൊ തരുന്നത്, ഈ കോർണർ ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. കാരണം ഈ കോർണർ ചെയ്യപ്പെടുന്ന വ്യക്തിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആ ഹൗസിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് തന്നെ വിചാരിക്കേണ്ട കാര്യം എന്താണ്, സ്ക്രീൻ സ്പേസ് എന്നൊരു സംവിധാനമുണ്ട്. ഈ പറയുന്ന ഷോ നടത്തുന്നത് തന്നെ ആരെയും പുണ്യാളനാക്കാനൊന്നും അല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആരെയും പുണ്യാളനാക്കാൻ വേണ്ടി നടത്തുന്ന ഷോ അല്ല, അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഷോ അല്ല. നമ്മുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് വെളിയിൽ വരും. അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കുറച്ച് മേളിലോട്ട് നിൽക്കുന്നതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആരും പുണ്യാളന്മാരൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുണ്യാള സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല അവിടെ പോകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. പക്ഷെ ഈ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ നെഗറ്റീവിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവര് ഔട്ടായി പോകുന്നതും അല്ലെ അവർ ജനങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായി പോകുന്നതും. ഈ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ പോസിറ്റീവ് ആവുന്നവരുണ്ട്. എന്നുവെച്ചാൽ അവർ കൂടുതൽ ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ആയിരിക്കാം, പക്ഷെ ചെറിയൊരു നെഗറ്റീവ് അവർക്കുണ്ടായിരിക്കാം. പക്ഷെ ആ പോസിറ്റീവിൽ ഈ നെഗറ്റീവ് മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ക്യാപ്റ്റൻസിയോ ഒരു ജയിൽ നോമിനേഷനോ ഇതൊക്കെ വരുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിസം ഫോം ആവുകയും ഒരാളെല്ലാം മാത്രം കേന്ദ്രീകരിച്ച് ജയിലിലേക്ക് ഇടുകയും ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് പോവുകയും ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും. പക്ഷെ ആ ബോണ്ടിങ് വരുമ്പോഴാണ് ഇവരെല്ലാം പരാജയപ്പെടുന്നത്. കാരണം ഒരാളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെ രണ്ടുപേരെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അവരെപ്പോഴും അവരുടെ ഗെയിം കൃത്യമായിരിക്കും, അവരുടെ ഗെയിം കളിച്ചിട്ടാണ് അവർ കോർണർ ചെയ്യപ്പെടുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ല എന്നാണ് ഈ ജിൻഡോ പറയുന്നത്. ജിൻഡോ പറയുന്നത് കറക്റ്റ് ആണ്. സീസൺ 6 സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജാസ്മിനെതിരെ എത്രമാത്രമാണ് ഗെയിം കളിച്ചതെന്നും ആ മൈൻഡിൽ ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്, ഈ തരത്തിൽ കളിച്ചാലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അവിടെ എങ്ങനെയാണ് ജിൻഡോ ഗെയിം കളിച്ചതെന്നുള്ളത് ജിൻഡോ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ജിൻഡോയെ മണ്ടൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് സത്യം പറഞ്ഞാൽ, അതായത് അനീഷ് അത്യാവശ്യം വോട്ടിലൊക്കെ മുമ്പിൽ നിന്നാണ് ഞാൻ കേട്ടത്. അത് മറ്റവരെല്ലാവരും അനുമോളോട് അനീഷ് ഒരു ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലാലേട്ടൻ ചോദിച്ചപ്പോഴും ലാലേട്ടനോട് പറഞ്ഞത് ഏത് ഇഷ്ടമാണ് എന്ന് ചോദിച്ചപ്പോഴും എനിക്കത് എന്ത് പ്രണയമാണോ ഏത് പ്രണയമാണോ എന്താണെന്ന് ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിച്ചു. അപ്പോഴാണ് അനീഷ് പറഞ്ഞത് എന്താ, എനിക്കിതെല്ലാം കൂടിയുള്ള പ്രണയമാണോ അല്ലേ. അങ്ങനെ പറഞ്ഞ ആള് അത് ഞാനാണ്, എൻ്റെ ബുദ്ധി വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും വന്നിട്ട് അനുമോളെ കോർണർ ചെയ്തില്ലേ, ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അനീഷിൻ്റെ സ്ഥാനത്താണെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി ചോദിക്കും, ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവരൊക്കെ ഡിഫെൻഡ് ചെയ്യും. അനുമോളെ പറയണ്ട, അനുമോളേക്ക് ഇഷ്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അനുമോളെ പറയണ്ട, അവളതിനുള്ള ആളല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്ക് ഡിഫെൻഡ് ചെയ്യാം. അപ്പോൾ ആ വോട്ട് ഫുൾ അനീഷിന് വന്നേ. അവിടെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അനീഷിനെ നോക്കിയേക്കാം, ഞാൻ ഒന്നും അറിയില്ല, ഞാൻ അവരാരും ഇതെന്താ കിടക്കണേ,
പക്ഷെ അതാണ് അനീഷ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അത് ചെയ്യാതിരുന്നാർന്നെങ്കിൽ 100% അനീഷ് വിന്നറാണ്. ഇത് ഞാൻ എന്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അതാണ് അനീഷിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അനീഷിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? ഈ വെളിയിൽ നിന്ന് പോയവർ എല്ലാവരും അനീഷിനെ ധരിപ്പിച്ചത് അനീഷിന് ഭയങ്കര ഫാൻ ബേസ് ആണ്, അനീഷ് വെളിയിൽ എങ്ങനെ നോക്കിയാലും അനീഷെ ജയിക്കത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു കൊടുത്തിരുന്നു. ഇവരുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ ഈ പറയുന്ന അനീഷിന് മനസ്സിലായി. അതുപോലെ തന്നെ അനീഷ് പലരുടെ കയ്യിൽ നിന്നും അറിയുകയും ചെയ്തു, എനിക്കാണ് ഫാൻ ബേസ്, അതുപോലെ എന്നെ ഇനി തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അനീഷ് വിചാരിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? കോർണർ ചെയ്യാൻ വന്നവർ ഈ പറയുന്ന അനുമോളെ കോർണർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ഒരു വാക്ക് പോലും അനീഷ് അവിടെ സംസാരിച്ചിരുന്നില്ല. അനീഷ്, ഞാൻ അന്നത്തെ ആ റിവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അനീഷ് അവിടെ ഒറ്റ വാക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ വെളിയിൽ നിന്ന് വന്നത് ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി, മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊക്കെ വന്ന് കയറ്റിവിട്ടതാണ്, അല്ലാതെ നിങ്ങൾ ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടി കയറ്റിവിട്ടതല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയാൽ മതി. ഇവിടെ അനുമോളെ അങ്ങനെ കോർണർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളാണ് ഇവിടെ 7 പേരാണ്, ഞങ്ങൾ ഗെയിം കളിക്കുന്നത്, ഞങ്ങൾ കളിച്ചോളാം എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഹ്യൂജ് വോട്ടുകളൊക്കെ നേരെ മറിഞ്ഞേനെ. അപ്പടെ അനീഷ് ചിന്തിച്ചത് എന്താണ്? ഇവരെല്ലാവരും വന്നപ്പോൾ അനീഷിനോട് സൗഹൃദമായിട്ട് പെരുമാറി. അപ്പൊ അനീഷ് എന്താണ് വിചാരിച്ചത്? ഇനി ഇവരെ പിണക്കാൻ നിൽക്കണ്ട, ഇവരായി ഇവരുടെ പാടായി, ഇവർ അനുമോളെയോ ആരെയോ വേണമെങ്കിൽ കോർണർ ചെയ്തോട്ടെ, എന്തായാലും കപ്പ് എനിക്കാണല്ലോ എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുമല്ല, ഈ വന്നവരെല്ലാം അനീഷോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, അപ്പൊ ഇനി ഇവരെ പിണക്കണ്ട, അവർ അനുമോളെയാണല്ലോ കോർണർ ചെയ്യുന്നത്, അതുപോലെ ഞാൻ ഇഷ്ടം പറഞ്ഞു അനുമോള് നിരസിച്ചു എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കാം. പക്ഷെ അവിടെ നല്ലൊരു ഇഷ്ടമായിരുന്നു, ഒരു കറക്റ്റ് ഇഷ്ടമായിരുന്നു അനുമോളോട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും പേര് ഒരുമിച്ച് നിന്ന് കോർണർ ചെയ്യുമ്പോൾ അനീഷ് ഉറപ്പായിട്ടും അവിടെ സംസാരിച്ചേനെ. അപ്പൊ അനീഷ് അത് ഗെയിമായിട്ട് തന്നെയാണ് എടുത്തത്. കപ്പ് കപ്പ് എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളായിരുന്നു. ഇതിപ്പം ഞാൻ പറയുമ്പോൾ പലർക്കും എതിർപ്പൊക്കെ ഉണ്ടാവാം, പലർക്കും എതിർപ്പ് തോന്നാം, പക്ഷെ അതായിരുന്നു അതിന്റെ ഫാക്ട്. അത് കൃത്യമായിട്ട് അവിടെ ഈ പറയുന്ന ജിൻഡോ തന്നെ പറയുന്നുണ്ട്. അത് ജിൻഡോയുടെ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അവിടെ അത്രയും ദിവസം 3-4 ദിവസം ഒരാളെ കോർണർ ചെയ്യുന്നു, അടുപ്പിച്ച് കോർണർ ചെയ്തിട്ട് വായിൽ നിന്ന് നിങ്ങൾ ഇവിടെ അത് ചെയ്യരുത് എന്ന് പറയാൻ ഈ പറയുന്ന ഈ അനീഷിന് പറ്റിയില്ല എന്നുള്ളത് അനീഷിന്റെ വലിയൊരു ഫാൾട്ടുമാണ്. അത് നമ്മളെല്ലാം ചർച്ച ചെയ്ത കാര്യമാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്, അനീഷിന്റെ പരാജയത്തിന് അത് ആക്കം കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ജിൻഡോയുടെ സംസാരം വെച്ചിട്ട് ജിൻഡോ ഒക്കെ അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ജിൻഡോ അവിടെ അങ്ങനെ തന്നെ കളിച്ചേനെ. കാരണം എന്താണെന്ന് അറിയാമോ? ജിൻഡോ ബുദ്ധിയുള്ള ആളാണ്. എന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസ് എന്നൊരു സംവിധാനം ഉണ്ട് ഇതിനകത്ത്. ആ സ്ക്രീൻ സ്പേസ് ഫുള്ളായിട്ട് അനുമോള് കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അത് തന്നെ ഈ ഇന്റർവ്യൂ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് സ്ക്രീൻ സ്പേസ് ആണ് ആവശ്യം, അവിടെ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഞാൻ എന്തും കാണിക്കും. മനസ്സിലായില്ലേ? ആ സ്ക്രീൻ സ്പേസ് മറ്റുള്ള ഒരാൾ കൂടുതൽ എടുക്കുമ്പോൾ ഞാൻ അതിന് തടയിടുക എന്നുള്ളതാണ്. അത് സത്യമല്ലേ? മത്സരാർത്ഥികളെല്ലാം അകത്ത് പോക്കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻ സ്പേസ് മൊത്തമായിട്ട് പോയത് ഈ അനുമോൾക്കാണ്. ബാക്കിയുള്ളവർക്കൊന്നും അത്രയും സ്ക്രീൻ സ്പേസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് അനുമോൾക്ക് താങ്ങായിട്ട് ആരെങ്കിലും അനുമോളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അന്യായ സപ്പോർട്ട് കയറിയാനെ. പ്രത്യേകിച്ച് ഈ അനീഷ്, അതുപോലെ തന്നെ ഷാനവാസ്, ഇവരൊക്കെ ആദ്യം അങ്ങനെ ഒരു വായിൽ നിന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞിരുന്നെങ്കിൽ ഈ റിസൾട്ട് ഒക്കെ ചിലപ്പോൾ മാറി മറിഞ്ഞേനെ. അത് സത്യമായ കാര്യമാണ്. അപ്പൊ അനീഷിന് അവിടെ വലിയൊരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ജിൻഡോയും പറയുന്നത്. എന്തായാലും നിങ്ങൾ ആ ജിൻഡോയുടെ വീഡിയോ മൊത്തമായിട്ട് കയറി കാണാൻ, നിങ്ങൾ മൊത്തമായിട്ട് കയറി കാണണം. അതിനകത്ത് തന്നെ സായിയെ കുറിച്ച് പറയുന്നുണ്ട്. സായി മണ്ടൻ എന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജിൻഡോ മണ്ടനാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായ മറുപടിയൊക്കെ അവിടെ ജിൻഡോ കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അത് അവര് തീർക്കട്ടെ. ഒരിക്കലും ജിൻഡോ മണ്ടനല്ല, ജിൻഡോ ബുദ്ധി ഉപയോഗിച്ചാണ് തന്നെ കളിച്ചത്. അതുപോലെ തന്നെ അനുമോൾ ഇപ്പം അവിടെ ഗെയിം കളിച്ചു. അനുമോൾ അവിടെ പറഞ്ഞത് കള്ളത്തരമാണ്. അനുമോൾ അവിടെ എല്ലാം ഗെയിമായിട്ട് തന്നെയാണ് എടുത്തത്. അനുമോൾ ഗെയിം കളിക്കുമായിരുന്നു എന്നൊക്കെ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതൊരു ഗെയിം ഷോയാണ്. ഗെയിം ഷോ എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. ആ മൈൻഡ് ഗെയിമിൽ അനുമോള് ബാക്കിയുള്ളവരെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അനുമോളാണ് അവിടുത്തെ മൈൻഡ് ഗെയിമർ. ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ ടാസ്ക് ജയിക്കുക എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ ടാസ്കിനൊക്കെ പൊക്കി പറയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ടാസ്ക് ജയിക്കുന്നതൊക്കെ പരിപാടിയാണെങ്കിൽ അത് വേറെ പരിപാടികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ടാസ്ക് ജയിച്ച് സമ്മാനം നേടുന്നതൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കപ്പടിക്കുന്നതൊക്കെ ആണെങ്കിൽ, ഒരിക്കലും ഒരു ടാസ്ക് ജയിക്കുന്നതൊന്നും ബിഗ് ബോസിന് വലിയ കാര്യമൊന്നുമല്ല. ടാസ്ക് ജയിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ കപ്പ് കൊടുക്കണം എന്നുള്ളത് മൈൻഡ് ഗെയിം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇത് ഇനിയും കാണാനുള്ളവർ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ ഷോ കാണുന്നവരുണ്ടായിരിക്കാം ഈ സീസണിലൊക്കെ. നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ മൈൻഡ് ഗെയിമാണ്. നമ്മൾ മറ്റുള്ളവരെ തളർത്താം, മറ്റുള്ളവരുടെ മൈൻഡിലേക്ക് നമ്മൾ കയറുക എന്നുള്ളതാണ്. ആ മൈൻഡിൽ കയറി അവരുടെ അടുത്ത മൂവ്മെന്റ് എന്താണ് അതിന് തടയിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിച്ച് മറ്റുള്ളവരെ കണ്ടസ്റ്റൻസിനെ വെട്ടി കളയുക എന്നുള്ളതാണ്. ചെസ് പോലെയാണിത്. ഇതൊരു ചെസ് കളിയാണ്.
അല്ലാതെ ഇതൊരു ഗെയിം ഷോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ടാസ്ക് ഒക്കെ ജയിച്ച് വടംവലിയും അതുപോലെ തന്നെ വലിയ വലിയ ടാസ്ക് ഒക്കെ ജയിച്ചു കഴിഞ്ഞാൽ കപ്പ് എടുത്ത് അങ്ങോട്ട് കൈ കൊടുക്കുന്നു. അതൊന്നുമല്ല. അതുപോലെ തന്നെ പ്രത്യേകം നിങ്ങൾ ഇനി പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി തരുന്ന ഷോ ഒന്നും അല്ല ഇത്. ഒരിക്കലും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുകയും ചെയ്യരുത്. ഈ ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. നിങ്ങൾ എന്താണെന്ന് ശരിക്കും തുറന്ന് കാണിക്കപ്പെടും. അത് എത്രയാണെന്ന് പറഞ്ഞാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചുറ്റിലും ക്യാമറ ഉണ്ടെന്നുള്ള കാര്യമാണ്. അത് മറന്നുപോയി, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പിന്നെ വെളിയിൽ വന്ന് കിടന്നിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. 24/7 ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ചാനൽ, ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. ഇപ്പൊ എപ്പിസോഡിനേക്കാൾ കൂടുതൽ ആൾക്കാരും ലൈവ് ആണ് കാണുന്നത്. അതിപ്പോ ഞാൻ ഈ ജിൻഡോയുടെ ഇന്റർവ്യൂ ഇവിടെ വെക്കാൻ തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജിൻഡോയെ മണ്ടന്മാർ എന്ന് വിളിക്കുന്നവരുണ്ടല്ലോ, കുറെ പേരുണ്ട്, ജിൻഡോ മണ്ടനാണ് മണ്ടനാണ് എന്ന് പറയുന്നവർക്ക് അതിനുള്ള ശരിക്കും ഒരു മറുപടിയാണ് ആ ഇന്റർവ്യൂ. നിങ്ങളൊന്ന് കയറി കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജിൻഡോ ഒരു മണ്ടനും അല്ല. ഈ ജിൻഡോയെ മണ്ടൻ എന്ന് പറയുന്നവരാണ് മരമണ്ടന്മാർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരെ വേണം ബത്തലെടുത്ത് അടിക്കാൻ. അപ്പൊ എപ്പോഴും നമ്മളൊരു ഷോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗെയിം കളിക്കാനാണ് പോകുന്നത്. അവിടെ ചേട്ടത്തിയെ ഉണ്ടാക്കാനോ അനിയത്തിയെ ഉണ്ടാക്കാനോ പ്രേമിക്കാനോ ഒന്നും അല്ല. അതൊരു ഗെയിം ഷോ. 3 മാസം നീണ്ടു നിൽക്കുന്ന, 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം ഷോ. 100 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വെളിയിൽ വരണം. അതിനിടയ്ക്കും അവിടെ ഓരോരുത്തർ എവിക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പോകുന്നവരാണെങ്കിൽ കൂടി. അല്ലാതെ വെളിയിൽ വന്ന് കിടന്നുകൊണ്ട് PR ഉണ്ട്, AR ഉണ്ട്, OR ഉണ്ട്, ഞങ്ങളവിടെ ഭയങ്കര ഗെയിം കളിയായിരുന്നു, ഞങ്ങളെ PR ഉള്ളതുകൊണ്ടാണ്, PR ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഔട്ടായെന്ന് പറഞ്ഞ് മെഴുകിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഗെയിം കളിക്കേണ്ട സമയത്ത് ഗെയിം കളിക്കണമായിരുന്നു. അവിടെ പോയി കൂട്ടത്തോടിരുന്ന് തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിലുള്ളവരെ മാത്രം സംരക്ഷിച്ചു പോകുമ്പോൾ, ഈ ഗ്രൂപ്പിലൊന്നും പെടാതെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവും പോസിറ്റീവും തൂക്കി നോക്കുമ്പോൾ അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും മേളിലോട്ട് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ കപ്പടിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഈ പുണ്യാള സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല അവിടെ തരുന്നത്. ഞാനത് എടുത്തെടുത്ത് പ്രത്യേകം പറയുന്നത്. നല്ലവനായിരുന്നു അല്ലെ നല്ലവളായിരുന്നു, ഇതിനൊന്നും അവിടെ പ്രാധാന്യമില്ല. നിങ്ങൾ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നു, ആ ഗെയിമിനെ വെളിയിലുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ റിയൽ അതാണ് ജനങ്ങൾ കാണുന്നത്. നിങ്ങൾ റിയൽ ആയിട്ട് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടും, അതെന്താണെങ്കിലും. പിന്നെ ഇത് ഗെയിം ആണെന്ന് മനസ്സിലാക്കി കളിക്കുന്നവർക്ക് കുറച്ചൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അവിടെ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ച് കളിക്കുന്നവർക്ക് ക്യാമറ ഇല്ല, ഞങ്ങൾ അവിടെ ഒരു ടൂർ പോയതാണ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോയതാണെന്ന് വിചാരിക്കുന്നവർ വെളിയിൽ വന്നിരുന്ന് മോങ്ങും. അത്രേ ഉള്ളൂ. ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.